കേരളത്തിൽ പുതിയ സർക്കാരുകൾ അധികാരത്തിലേറുന്ന എല്ലാ കാലത്തും പലരും ഉറ്റുനോക്കുന്ന ഒരിടമാണ് അന്ധവിശ്വാസങ്ങളുടെ മന്ത്രിമന്ദിരമായ മൻമോഹൻ ബംഗ്ലാവ്. ഇത്തവണ ഇവിടെ ധൈര്യസമേതം കയറി താമസമാക്കുന്നത് വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ ഇളംമുറക്കാരനായ ഒ.ജെ. ജനീഷാണ്. ഇവിടെ താമസിക്കുന്നത് അശുഭമാണെന്ന് ഒരു പൊതുപ്രചാരണമുണ്ട്. എന്നാൽ അത് തെറ്റാണെന്ന് തെളിയിച്ച ചരിത്രവുമുണ്ട്. ഇവിടെ താമസിക്കുന്നവർ പിന്നീട് നിയമസഭ കാണില്ലെന്നാണ് പൊതുവെയുള്ള ഒരു പ്രചാരണം. എന്നാൽ ഈ വിശ്വാസം തെറ്റിയിട്ടുമുണ്ട്. തിരുവിതാംകൂർ രാജാവായ ശ്രീമൂലം തിരുനാൾ പണികഴിപ്പിച്ച ഈ ബംഗ്ലാവിന് ചരിത്രത്തിലും വലിയ സ്ഥാനമാണുള്ളത്. കേരളത്തിൽ ആദ്യമായി ജനാധിപത്യ സർക്കാർ അധികാരമേറ്റപ്പോൾ ഈ കെട്ടിടം സർക്കാർ ഏറ്റെടുത്തു. 2006 വി.എസ്. അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്താണ് മൻമോഹൻ ബംഗ്ലാവ് വിവാദങ്ങളിൽ ഇടം പിടിച്ചത്. ഈ ബംഗ്ലാവിൽ താമസിച്ചത് ആഭ്യന്തര ടൂറിസം മന്ത്രി കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. കെട്ടിടത്തിന്റെ വാസ്തുദോഷം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ലക്ഷങ്ങളുടെ മോടി പിടിപ്പിക്കൽ നടത്തിയതാണ് ഈ മന്ത്രിമന്ദിരത്തെ വിവാദത്തിലാക്കിയത്. ഒടുവിൽ ഈ മന്ത്രിമന്ദിരം കോടിയേരി ബാലകൃഷ്ണൻ ഉപേക്ഷിക്കുകയും ചെയ്തു. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആര്യാടൻ മുഹമ്മദാണ് മൻമോഹൻ ബംഗ്ലാവ് ഏറ്റെടുത്തത്. 5 വർഷം തികച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പടിയിറക്കം. 2016 മന്ത്രിമന്ദിരത്തിലെത്തിയ തോമസ് ഐസക്കും 5 വർഷം തികച്ചിരുന്നു. മുമ്പ് ഇറങ്ങിപ്പോയ പി.ജെ. ജോസഫ് ആകട്ടെ 2011 മുതൽ 3 തവണ നിയമസഭയിലേക്ക് എത്തുകയും ചെയ്തു. മോൻസ് ജോസഫും വീണ്ടും നിയമസഭയിലെത്തിയിരുന്നു. 2021 മന്ത്രിയായ ആന്റണി രാജു മൻമോഹൻ ബംഗ്ലാവിലാണ് താമസിച്ചത്. 2023 മന്ത്രിസ്ഥാനം വെച്ചുമാറിയ അദ്ദേഹത്തിന് 1990 ഒരു മയക്കുമരുന്ന് കേസിൽ അടിവസ്ത്രത്തിൽ കൃത്രിമം കാണിച്ചെന്ന കോടതി വിധിയെ തുടർന്ന് നിയമസഭയിലെ അംഗത്വം വരെ നഷ്ടമായിരുന്നു. മന്ത്രിമന്ദിരമായ മൻമോഹൻ ബംഗ്ലാവിൽ താമസിക്കുന്നത് അശുഭകരമാണെന്ന അന്ധവിശ്വാസം നേതാക്കൾക്കിടയിൽ പണ്ടുതൊട്ടേയുണ്ട്. ആദ്യത്തെ തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ എ.ജെ. ജോൺ ആയിരുന്നു ആദ്യ ഇര. അദ്ദേഹത്തിന് ബംഗ്ലാവും സ്ഥാനവും അതിവേഗം ഒഴിയേണ്ടി വന്നു. മുഖ്യമന്ത്രിയായപ്പോൾ കെ. കരുണാകരൻ താമസിച്ചിരുന്നത് ഇവിടെയായിരുന്നു. ആഭ്യന്തരമന്ത്രിയായി അദ്ദേഹം തന്റെ കാലാവധി തികച്ചെങ്കിലും പിന്നീട് മുഖ്യമന്ത്രിയായി 1 മാസത്തിനുള്ളിൽ രാജൻ കേസിൽ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു. ടി.യു. കുരുവിള ഇവിടെ താമസിച്ച അവസരത്തിലാണ് രാജകുമാരി ഭൂമി ഇടപാടിൽ മന്ത്രിസ്ഥാനം നഷ്ടമാകുന്നത്. പിന്നീട് താമസമാക്കിയ മോൻസ് ജോസഫിനും തന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു. ലൈംഗിക അതിക്രമ കേസിൽ കുറ്റവിമുക്തനാക്കിയ പി.ജെ. ജോസഫ് തിരിച്ചു വന്നതോടെയാണ് അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെട്ടത്. കുറച്ചുകാലം മൻമോഹൻ ബംഗ്ലാവ് ഔദ്യോഗിക വസതിയാക്കിയെങ്കിലും മുന്നണി വിട്ടതോടെ പി.ജെ. ജോസഫും ആ ബംഗ്ലാവ് ഒഴിയുകയായിരുന്നു. മന്ത്രി ആർ. ബാലകൃഷ്ണപിള്ള സകലവിധ വാസ്തു പൂജകളും നടത്തിയാണ് ഈ ബംഗ്ലാവിലേക്ക് താമസം മാറിയത്. എന്നാൽ അധികം വൈകാതെ പഞ്ചാബ് മോഡൽ പ്രസംഗത്തിന്റെ പേരിൽ കാലാവധി തികയ്ക്കാതെ അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു. പിന്നീട് ഈ ബംഗ്ലാവ് മന്ത്രിമാർ വാഴാത്ത മന്ദിരമായി അറിയപ്പെടുകയായിരുന്നു. തോമസ് ഐസക്കിനും ആര്യാടൻ മുഹമ്മദിനും പുറമെ യു.ഡി.എഫ്. സർക്കാരിൽ മന്ത്രിയായിരുന്ന എം.വി. രാഘവൻ മാത്രമാണ് ബംഗ്ലാവിൽ താമസിച്ച് കാലാവധി പൂർത്തിയാക്കിയ മന്ത്രിമാർ. ഇവിടെ താമസിച്ചിരുന്ന സജി ചെറിയാൻ കാലാവധി തികച്ചെങ്കിലും വിവാദ പ്രസംഗത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ഏറെ അന്ധവിശ്വാസങ്ങൾ ചുറ്റിപ്പറ്റി നിൽക്കുന്ന 2 കാര്യങ്ങളാണുള്ളത്: മൻമോഹൻ ബംഗ്ലാവും 13-ാം നമ്പർ കാറും. ഇവ രണ്ടും ചീത്തഫലങ്ങൾ കൊണ്ടുവരുമെന്നാണ് കേരള രാഷ്ട്രീയത്തിലെ പ്രധാനമായ ഒരു അന്ധവിശ്വാസം. എന്നാൽ ഈ 2 അന്ധവിശ്വാസങ്ങളെയും വെല്ലുവിളിച്ച് ഈ വിശ്വാസങ്ങൾ തെറ്റാണെന്ന് സ്ഥാപിച്ച ഒരേ ഒരാൾ മുൻ ധനമന്ത്രി തോമസ് ഐസക് ആയിരുന്നു. ഇപ്പോൾ മൻമോഹൻ ബംഗ്ലാവ് സ്വീകരിച്ച മന്ത്രി ഒ.ജെ. ജനീഷിനെ അഭിനന്ദിച്ച് തൃത്താല എം.എൽ.എ. വി.ടി. ബൽറാം രംഗത്ത് വന്നിട്ടുണ്ട്. അന്ധവിശ്വാസങ്ങളെ തള്ളിക്കളഞ്ഞ് തുടക്കത്തിൽ തന്നെ പ്രതീക്ഷയാവുന്ന യുവ സ്നേഹിതൻ മന്ത്രി ഒ.ജെ. ജനീഷിനെ അഭിമാന പുരസ്സരം അഭിവാദ്യം ചെയ്യുന്നുവെന്നാണ് ബൽറാം പറയുന്നത്. പൊതുപ്രവർത്തകന് മറ്റെന്തിനേക്കാൾ വിശ്വാസം ഉണ്ടാവേണ്ടത് ജനങ്ങളിലാണ്. ജനങ്ങൾ കൂടെയുണ്ടെങ്കിൽ, നാടിന് നന്മ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ മറ്റേ അതീന്ദ്രിയ ശക്തികൾക്കൊന്നും കാര്യമായ റോൾ ഉണ്ടാകില്ല എന്നാണ് എന്റെ പക്ഷം. ഇതാണ് ബൽറാം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയത്.